ബജറ്റ് പ്രിന്റ് ചെയ്ത് ധനമന്ത്രിയുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ധനമന്ത്രി ആ ബജറ്റ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ബജറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ലെതർ ബാഗ് ലാറ്റിൻ ആണ്. തുകൽ സഞ്ചി എന്നാണ് ബജറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ആ തുകൽ സഞ്ചി ഇപ്പോൾ ധനമന്ത്രിയുടെ കൈവശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സഞ്ചി എടുത്താണ് അദ്ദേഹം ഒരു 8:30 അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇറങ്ങി നിയമസഭയിലേക്ക് പോവുക. 9 മണിക്ക് ബജറ്റ് പ്രഖ്യാപനം ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് പ്രശാന്ത് കൃഷ്ണയിലേക്കൊന്ന് പോയാലോ, വിവരങ്ങൾ അവിടെ എന്തായി എന്നറിയാൻ. അപ്പോൾ പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്, ഒപ്പം തുടരുന്നുണ്ട്. പ്രശാന്ത്, എന്തായി അവിടെ നിന്നും ഈ ബജറ്റ് പ്രഖ്യാപനത്തിനുള്ള മുന്നോടിയായി ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ? മന്ത്രിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം തന്നെ മോദി കേൾക്കാമെന്ന് കരുതുന്നു. ബജറ്റ് ഇപ്പോൾ ധനമന്ത്രിയുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയോടെ അദ്ദേഹത്തിന് അവസാന മിനുക്ക് പണികൾ പൂർത്തിയാക്കി കൈമാറിയ ബജറ്റ് പ്രസംഗം ഇന്നിപ്പോൾ പുലർച്ചയോടെ അച്ചടിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ, പ്രിന്റിംഗ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ് ബജറ്റ് കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സമയം 8 മണിയായി. 8:30 ധനമന്ത്രി ഔദ്യോഗിക വസതിയായ പൗർണമിയിൽ നിന്നിറങ്ങും. പ്രധാനമായും ഈ ബജറ്റ് പ്രസംഗത്തിന് മുന്നോടിയായി ഒരു മണിക്കൂറുള്ളപ്പോൾ ധനമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വാചകം തന്നെയാണ് പ്രധാനം. നാടിന് മുതൽക്കൂട്ടാകുന്ന ഒട്ടേറെ വികസന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും എന്ന് പറയുമ്പോൾ വികസനത്തിന് ഊന്നിയുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും. അതും സമയബന്ധിതമായി നടപ്പാക്കുക എന്നതായിരിക്കും സർക്കാരിൻ്റെ ഫോക്കസ് എന്നതാണ്. കാരണം ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷം ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും അത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം സർക്കാരിന്, പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ഭരണം തുടരുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള ബജറ്റ് തന്നെയായിരിക്കും. വികസന പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും ക്ഷേമപ്രവൃത്തികളും കേരളത്തിൽ ക്ഷേമപ്രവൃത്തികൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ നമ്മളുടെ ചെലവുകളുടെ കാര്യം എടുത്താൽ തന്നെ സ്കൂളുകൾക്കും ആരോഗ്യരംഗത്തിനുമൊക്കെ ചെലവഴിക്കുമ്പോൾ അത് ദേശീയ സൂചിക കണക്കെടുക്കുമ്പോൾ നമുക്കത് ചില തിരിച്ചടികളാണെങ്കിൽ പോലും സംസ്ഥാനത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് ഈ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാമുള്ള മുതൽ മുടക്കും അടിസ്ഥാന സൗകര്യ വികസനവും എല്ലാമാണ്. അപ്പോൾ അത്തരം കാഴ്ചപ്പാടോടെ തന്നെ ഈ ബജറ്റ് മുന്നോട്ട് പോകും എന്നതാണ്. ഇതിനൊപ്പം തന്നെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുമ്പോൾ ജനങ്ങൾക്ക് അത് ഏതെല്ലാം രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം ജനങ്ങൾക്ക് ദോഷകരമാകുമോ, അതായത് ജനങ്ങൾക്ക് ഭാരമാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ചില വർധനകളുണ്ടാകും. അത് ഫീസുകളുടെ വർധനകളാണ്. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ഈ GST വന്നതിന് ശേഷം നികുതി ഘടനയിൽ വലിയ ഇടപെടലുകൾക്ക് സാധ്യതയില്ലാതായി. പക്ഷേ ഇത്തരത്തിൽ സർക്കാരിൻ്റെ പരിധിയിലുള്ള ചില വർഷങ്ങളായി നടപ്പാക്കി വരുന്ന ചില മേഖലകളിലെ സേവനങ്ങൾക്കുള്ള ഫീസുകൾ, ഈ ഫീസുകളുടെ വർധന ജനങ്ങൾക്ക് കൂടി എന്തായാലും ധനമന്ത്രി ആ തുകൽ ബാഗുമായി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പ്രതീക്ഷകളുടെ ബാഗുമായി. അതെ.